പല തവണ നമ്മുടെ കയ്യിൽ നിന്നും താഴെ വീണ് ചളുക്കം വന്നു പഴകിയ കലമാണെങ്കിൽ പോലും ഒരൊറ്റ തേങ്ങ ഉണ്ടെങ്കിൽ ആ ചളുക്കമൊക്കെ മാറ്റിയിട്ട് നല്ല പുത്തനാക്കി എടുക്കാൻ പറ്റും എന്ന് കേട്ടപ്പം ശരിക്കും നിങ്ങൾ ഞെട്ടിയില്ലേ? അതുപോലെ തന്നെ നമ്മുടെ അതിർത്തി കാവൽക്കാരായ കൊന്നമരത്തെ പോലും നമ്മളിന്ന് വെറുതെ വിടുന്നില്ല. പണിയുണ്ട്. അത് വെച്ചിട്ട് കുറച്ച് കൊന്നയില എടുത്തു, എന്നിട്ടൊരു പ്ലാസ്റ്റിക് കവറിലോട്ട് ആക്കിക്കോ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് കാണണമെങ്കിൽ നിങ്ങൾക്ക് വിനിയാസ് ഫീഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒത്തിരി ടിപ്സുകളുമായിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് സമയമൊന്നും കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് സാനിറ്റൈസർ വെച്ചിട്ടാണ്. നമുക്കറിയാം നമ്മുടെ കൈയൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടും മറ്റ് ക്ലീനിങ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് സാധാരണ സാനിറ്റൈസർ ഉപയോഗിക്കാറുള്ളത് അല്ലേ. അപ്പം സാനിറ്റൈസർ വെച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ 1-2 കാര്യങ്ങൾ ചെയ്യാമേ. ഇതേപോലത്തെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അല്പം സാനിറ്റൈസർ ഇങ്ങനെ ഒന്ന് ഒഴിച്ചതിന് ശേഷം നമ്മുടെ മൊബൈൽ കവറ്, മൊബൈൽ ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്ക്, എണ്ണമെഴുക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കയ്യിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു എണ്ണമെഴുക്കും വിയർപ്പും ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ഈ ഒരു രീതിക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ മൊബൈലിൻ്റെ മൊത്തത്തിൽ മൊബൈൽ ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കവറും നമുക്ക് ഈസി ആയിട്ട് ഈ സാനിറ്റൈസർ വെച്ചിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ നമുക്ക് സാനിറ്റൈസർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹാൻഡ് ബാഗിലൊക്കെ ഇതുപോലെ പേന വെച്ചിട്ട് കുട്ടികളൊക്കെ വരച്ച പാടുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് കളയാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ പേന വെച്ചിട്ടൊന്ന് വരയ്ക്കുന്നുണ്ട്, എന്നിട്ട് വേണ്ട കുറച്ച് സാനിറ്റൈസർ ഒന്ന് ഇറ്റിച്ച് വീഴിക്കുന്നുണ്ട് കേട്ടോ. അത് വീണപ്പോൾ തന്നെ അതങ്ങനെ പരന്നത് കണ്ടോ, ആ മഷി അങ്ങോട്ട് നന്നായിട്ട് പരന്നു. അപ്പോൾ ഇതുകൊണ്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതുപോലൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ടിട്ടത് പോയത് കണ്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഉപകാരങ്ങളൊക്കെ ഉണ്ട്. ഇനിയുണ്ട് കുറേ അധികം സാനിറ്റൈസർ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനി അടുത്ത ഈ ഒരു ടിപ്പെന്ന് പറയുന്നുണ്ടല്ലോ, വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഷർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാരുടെ വൈറ്റ് കളറുള്ള ഷർട്ട് ഇതൊക്കെ കോളറിൽ ചെളി പിടിച്ചു കഴിഞ്ഞാൽ ഉരച്ചൊരച്ചൊരച്ച് നമ്മൾ മടുക്കത്തേ ഉള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. വേറൊന്നുമല്ല, ഇതാണ് സാധനം. ഇതെന്താണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടാകും? ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം നമ്മൾ മുറിവൊക്കെ ഉണ്ടെങ്കിൽ അവർ ഹോസ്പിറ്റലുകാർ ഒട്ടിച്ച് തരുന്ന ആ ഒരു സംഭവമാണിത്. ഇതിന് മൈക്രോപോർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങിക്കാൻ കിട്ടും. ഒരു വീടായാലും ഒരു മൈക്രോപോറൊക്കെ വാങ്ങിച്ച് വയ്ക്കുന്നത് നല്ല കാര്യമാണ്. കാരണം എപ്പോഴാണ് എന്താ മുറിവുകളൊക്കെ വരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. തന്നെയല്ല, ഇതുപോലുള്ള ഒരു അവസരത്തിൽ നമുക്ക് ഇങ്ങനെയും ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഞാനൊരല്പം ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് ആ കോളറിൻ്റെ ഭാഗത്ത് ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. ഇനി നിങ്ങൾ ഈ ഒരു ഷർട്ട് ഇടുകയാണെങ്കിൽ, പ്രത്യേകിച്ച് വെള്ള ഷർട്ട് ഇടുന്ന ദിവസങ്ങളിൽ നിങ്ങളിത് കൃത്യമായിട്ടും ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാതെ നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി അഴുക്കും ചെളിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കറക്റ്റ് ഭാഗത്ത് അങ്ങ് പറ്റിക്കോളും. എന്നിട്ട് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങോട്ട് ഊരി കളഞ്ഞാൽ മതി. ഇങ്ങനെ നമുക്കിതങ്ങോട്ട് റിമൂവ് ചെയ്തിട്ട് എടുക്കാം. അപ്പം പിന്നെ നമ്മുടെ കോളറിൽ ചെളി ഉണ്ടാവത്തില്ല. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചോ, മെഡിക്കൽ സ്റ്റോറിൽ ചെന്നാൽ കിട്ടും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. സന്ധ്യയായി കഴിഞ്ഞാൽ നമ്മുടെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ കെടുത്തുന്ന ഇവരെ പോലുള്ള ചിലരുണ്ട് അല്ലേ. സന്ധ്യയായി കഴിഞ്ഞാൽ കൊതുകുകളുടെ ശല്യം വളരെ രൂക്ഷമാണ്. അപ്പോൾ ആ കൊതുകുകളെ തുരത്താൻ വേണ്ടിയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. വേറൊന്നുമല്ല, നമ്മുടെ വേലിക്ക് നിൽക്കുന്ന ശീമക്കൊന്ന തന്നെയാണ്. ഇതുപോലെ ശീമക്കൊന്നയുടെ ഒരു തണ്ടിങ്ങനെ ഒന്ന് ഓടിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഇലകൾ ഇതുപോലൊന്ന് അടർത്തിയെടുക്കുക കേട്ടോ. അപ്പം ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പൈസ ഒന്നും ചിലവാക്കേണ്ട കാര്യമില്ല. കെമിക്കലുകളുടെ പുറകെ ഒന്നും പോവേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഇല ഇങ്ങനെ കൈകൊണ്ട് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഞെരടി കൊടുക്കുക. നന്നായിട്ട് ഞെരടി കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ കൈ ഒന്ന് മണത്തി നോക്കണം. ഈ കൊന്നയുടെ ഇലയുടെ സ്മെല്ലെന്ന് പറയുന്നത് ഒരു വല്ലാത്ത കട്ട് സ്മെല്ലാണ് അല്ലേ. അപ്പോൾ ഇതുപോലൊരു കവർ എടുക്കുക. ഒരു കവർ എടുത്തിട്ട്, ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് നമുക്ക് ഈ കൈ വെച്ചിട്ട് ഞെരടി വെച്ചിരിക്കുന്ന ഈ കൊന്നയുടെ ഇലയെല്ലാം കൂടെ ഈ കവറിലേക്ക് നമുക്ക് ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി വേണമെങ്കിൽ ഈ കവർ ഇതുപോലെ നമുക്ക് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഞെരടിയും കൂടെ കൊടുക്കുക. ഇതുപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കുത്തി കൊടുത്താൽ മതി. ഇനി ഈ കവർ നമുക്ക് സന്ധ്യയാവുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ ജനലിൻ്റെ സൈഡിലോ ഒക്കെ കൊണ്ട് വെക്കുകയാണെങ്കിൽ ഈ ഒരു സ്മെല്ല് കാരണം അതിലൊന്നും കൊതുക് വരത്തേ ഇല്ല കേട്ടോ. ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ എഫക്റ്റ് കിട്ടിയതെന്നും കൂടി ഒന്ന് പറയണേ. ഇനി ഇതല്ലെങ്കിൽ വേറൊരു രീതിക്കും കൂടി നമുക്ക് ചെയ്യാം. ഇതുപോലൊരു കവർ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം ഇതിൻ്റെ 4 മൂലയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക.
കട്ട് ചെയ്ത ശേഷം നമ്മളിതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഹോൾസ് ആയിട്ട് കിട്ടും. ഇനി നമ്മൾ കൊന്നയുടെ ഇല ഇതുപോലെ ഞെരടിയതിന് ശേഷം ഈ ബാഗിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജനൽ കമ്പിയിലോ അല്ലെങ്കിൽ നമ്മുടെ ജനൽ കർട്ടൻ്റെ സൈഡിലൊക്കെയോ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇത് ഹാങ് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങൾ എവിടെയാണോ അവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് ഹാങ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിലും ആ ഒരു സ്മെല്ല് കാരണം കൊതുകുകൾ നമ്മുടെ റൂമിനകത്തേക്ക് കയറി വരത്തേ ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ ജനൽ കമ്പിയിലാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു പൈസ പോലും ചിലവില്ലാതെ ഒരുപാട് കൊതുകുകളുള്ള ദിവസങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ടിപ്പെന്ന് പറയുന്നത് കത്രികയുടെയൊക്കെ മൂർച്ച പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ മൂർച്ച കൂട്ടിയെടുക്കാമെന്നുള്ളതാണ്. നമ്മളിങ്ങനെ വേസ്റ്റായിട്ട് കളയുന്ന ടാബ്ലറ്റിൻ്റെ ഇതുപോലുള്ള സ്ട്രിപ്പ് ഉണ്ടല്ലോ, കാലി സ്ട്രിപ്പ്, അതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മുടെ കത്രികയ്ക്കൊക്കെ മൂർച്ച കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ അലുമിനിയം ഫോയിൽ പേപ്പർ, ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വെറുതെ ഇത് കളയല്ലേ, അപ്പോൾ അതൊന്ന് കഴുകിയെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കത്രികയുടെയൊക്കെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ കത്രികയുടെ മൂർച്ച ഇങ്ങനെ കൂടി വരുന്നതായിട്ട്. അപ്പോൾ ഈ 2 ടിപ്പുകളും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. സിമ്പിളായിട്ടുള്ള ടിപ്പാണ്, എന്നാൽ നല്ല പവർഫുള്ളാണ്. വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെടും. അടുത്ത ടിപ്പും വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ്. നമ്മുടെ കാപ്പിപ്പൊടിയൊക്കെ കട്ട കെട്ടി പോകാതിരിക്കാനും ആ രുചിയും മണവും ഒക്കെ പോകാതെ രുചിയും മണവും ഒക്കെ കൂട്ടാനും ഉള്ളൊരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ. ഏലക്ക, ഗ്രാമ്പു, അതുപോലെ തന്നെ ചുക്കുണ്ടെങ്കിൽ ചുക്ക്, കറുവാപ്പട്ട, ഇതൊക്കെ ഒരു 2-3 എണ്ണം വെച്ചിട്ട് നമ്മുടെ കാപ്പിപ്പൊടിയുടെ ആ ഒരു കുപ്പിയിലിട്ട് വെക്കുകയാണെങ്കിലുണ്ടല്ലോ, നമ്മൾ കാപ്പിയൊക്കെ ഉണ്ടാക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. രുചിയും മണവും ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ വാങ്ങിക്കുമ്പം അത് പെട്ടെന്ന് കനച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ഈ വെളിച്ചെണ്ണയൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ നാട്ടിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇതുപോലെ പകുതിയായ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും അതൊക്കെ കനച്ച് പോയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേറൊന്നുമല്ല ചെയ്യേണ്ടത്, 3-4 കുരുമുളക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ കനക്കത്തേ ഇല്ല കേട്ടോ. ചുമ്മാ ഇങ്ങനെ ഇട്ട് വെച്ചാലും മതി, അതല്ലെങ്കിൽ അതൊന്ന് പൊട്ടിച്ചിട്ട് അല്ലെങ്കിൽ ഒന്ന് ചതച്ചതിന് ശേഷം ഇട്ട് വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ. ഇനി നമുക്ക് ലാസ്റ്റത്തെ ടിപ്പിലേക്ക് പോകാം. അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അപ്പച്ചമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗം ചളങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചളങ്ങിയ പാത്രങ്ങളൊക്കെ ഉണ്ട് എടുത്തോട്ടോ. നമുക്കൊരു തേങ്ങ വെച്ചിട്ട് നമുക്കിത് അടിപൊളിയാക്കിയിട്ട് എടുക്കാം. വേറൊന്നുമല്ല, ഇതുപോലെ തേങ്ങ എടുക്കുക, നല്ലൊരു ഉരുണ്ട തേങ്ങ എടുക്കുക. എന്നിട്ട് അതൊന്ന് ക്ലീൻ ആക്കുക കേട്ടോ. അതിൻ്റെ നാരും അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഒന്ന് പുറം ഭാഗം ഒന്ന് വൃത്തിയാക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു കട്ടിംഗ് ബോർഡാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കൗണ്ടർ ടോപ്പിലോട്ട്. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് മുകളിലേക്ക് ഇതുപോലെ നമ്മൾ ചളങ്ങിയ ഭാഗം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് ചെരിച്ച് പിടിച്ചിട്ട് ചളങ്ങിയ ഭാഗം ഇങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം തേങ്ങ വെച്ചിട്ട് നമുക്ക് പതുക്കെ ഒന്ന് ഇടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പതുക്കെ ഒന്ന് ഇടിച്ചിടിച്ച്, ഒരുപാട് മുറുക്കൊന്നും ചെയ്യേണ്ട, പതുക്കെ ഒന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ ആ ചളങ്ങിയ ഭാഗം കറക്റ്റായിട്ട് നൂർന്ന് വരുന്നതായിട്ട് കാണാം. ഇതിൻ്റെ പുറം ഭാഗം കണ്ടോ, ഇപ്പോൾ ആ ഒരു ചളുക്കം നന്നായിട്ട് തന്നെ ഇവിടെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു തേങ്ങ വെച്ചിട്ട് നിങ്ങളുടെ എത്ര ചളങ്ങി കൂടിപ്പോയ പാത്രമാണെങ്കിലും ശരി, നമുക്ക് അത് കറക്റ്റ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. ഈ ഒരു കലം കണ്ടോ, ഒത്തിരി പഴയതാണ്. ഇതിൻ്റെ വക്കും സൈഡ് ഭാഗവും എല്ലാം നന്നായിട്ട് തന്നെ ചളുങ്ങിയാണ് ഇരിക്കുന്നത്. ഒത്തിരി പഴയതാണ്. നമുക്ക് അത്യാവശ്യം ഇതിൻ്റെ ഈ ഒരു ചളുക്കമൊക്കെ ഒന്ന് മാറ്റിയിട്ടെടുക്കാം. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ഇതുപോലെ ആ ഒരു പ്രതലത്തിലോട്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് തേങ്ങ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇടിച്ചിടിച്ച് കൊടുക്കുക കേട്ടോ. ഇത് വളരെ സാവധാനം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതുപോലെ ആ ഒരു അത്യാവശ്യം ചളുക്കം എല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെ തേങ്ങ വെച്ചിട്ട് ചെയ്യുമ്പോഴേ. അപ്പോൾ തേങ്ങ എപ്പോഴും അതിൻ്റെ ഒരു പുറം ഭാഗം കുറച്ച് ക്ലീൻ ആക്കിയിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, അടിപൊളിയായിട്ടില്ലെന്ന് നോക്കിക്കേ, എല്ലാവരും ചെയ്ത് നോക്കണേ.